ഇന്നെടുക്കാം നാളെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് പെരുന്നാളിൻ്റെ ഡ്രസ്സ് ഞാൻ എടുക്കാൻ പോകുന്നത് പെരുന്നാളിൻ്റെ തലേ ദിവസം വൈകിട്ടാണ് കേട്ടോ. എനിക്ക് ഒരു ഉറപ്പുമില്ല എനിക്ക് കറക്റ്റ് കിട്ടുന്നു, പിന്നെ കിട്ടിയില്ലെങ്കിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് കിട്ടുമെന്നൊന്നും. അങ്ങനെ ഞാൻ പോയത് ഞങ്ങൾ മുന്നേ പോയിട്ടുണ്ടായിരുന്ന കാലിക്കറ്റ് ഫാഷൻ ബസാറിൽ തന്നെയാണ്. ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന പോലെ അത്യാവശ്യം കളക്ഷൻസ് ഉണ്ട്, അഫോർഡബിൾ റേറ്റ് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഒരു മണിക്കൂറിന് ശേഷം ട്രൈ ചെയ്തിട്ട് എനിക്ക് കിട്ടിയത് ഈ ഒരു കുർത്തിയായിരുന്നു. ചുരിദാർ സെറ്റ് ആട്ടോ. ഇത് സംഭവം നല്ല അഫോർഡബിൾ റേറ്റ് തന്നെയാണ്. ഒരു 1100 ഇതിന് വരുന്നുള്ള, 1200 വരുന്നുണ്ട്. പക്ഷേ XXL ആണ് സൈസ് വരുന്നത്. ഇതിൽ എന്നെ പോലെ ഒരാളെയും കൂടി പിടിച്ചിടാൻ പറ്റും. ഇനി ഇത് തയ്ച്ചിട്ടൊക്കെ വേണം എനിക്ക് ഇടാനായിട്ട്. സംഭവം ഞാൻ വിട്ട് കളഞ്ഞില്ല. എവിടെ പോയാലും ഒരു പരിചയക്കാർ നമ്മുടെ ഉണ്ടാവുമെന്ന് പറഞ്ഞ പോലെ എൻ്റെ തക്കാളിനെ ഞാൻ കണ്ടു. പണ്ട് തക്കാളി ഇതുപോലെ ആയിരുന്നില്ല കേട്ടോ. ഇപ്പം ഇത്തിരി ഏകദേശം ഒരു തക്കാളിയായിട്ട് വരുന്നുണ്ട്. ഇവിടുത്തെ നോമ്പുതുറ വിഭവങ്ങളായിരുന്നു കേട്ടോ. നോമ്പ് തുറക്കാനായിട്ടുള്ള സെറ്റപ്പൊക്കെ ഇവർ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു മുകളിൽ. അപ്പോൾ ഞാനും താത്തയൊക്കെ പോയിട്ട് നോമ്പ് തുറന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ കറങ്ങി നടന്നപ്പോഴാണ് ഈ ഒരു സാരി സെക്ഷൻ കണ്ടത്. ആക്ച്വലി എനിക്ക് സാരി ഒന്നും വല്ലാണ്ട് ഇഷ്ടമല്ല, പക്ഷേ ഇക്കുന് ഭയങ്കര ഇഷ്ടമാണ് സാരിയൊക്കെ. അപ്പോൾ എനിക്ക് ഈ ലാവൻഡർ ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഈ ഒരു സാരിയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ജോഡി ഡ്രസ്സ് എടുക്കാൻ പോയിട്ട് മൊത്തം ഒരു 5 ജോഡി ഡ്രസ്സ് എടുത്തിട്ടാണ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്നത്. എൻ്റെ മോളാണെങ്കിൽ ആൾക്കാരൊക്കെ കണ്ടതിൽ അന്തം വിട്ടിട്ടാണ് നിൽക്കുക. ചില ദിവസം ഈ കുട്ടി നല്ല ആക്റ്റീവ് ആണെങ്കിൽ ചില ദിവസം ഇതുപോലെ കരഞ്ഞുകൊണ്ടിരിക്കും. ഇന്ന് കരച്ചിലിൻ്റെ ദിവസമായിരുന്നു കേട്ടോ പുള്ളിക്കരത്തിക്ക്. അങ്ങനെ പെരുന്നാളിൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നേരെ പിന്നെ മുല്ലപ്പൂ മേടിക്കാനാണ് പോയത്. ഒരു മുഴത്തിന് 40 രൂപ മുല്ലപ്പൂവിന്. അങ്ങനെ മൊത്തം 6 മുഴം മേടിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് നൈസായിട്ട് പോകും.